നമസ്കാരം. വളർന്നു വരുന്ന മക്കൾക്ക് മാതാപിതാക്കളോടുള്ള സ്നേഹമൊക്കെ ഇന്നത്തെ കാലത്ത് കുറഞ്ഞു വരികയാണ്. പണത്തിനു വേണ്ടി അവരെ നിസ്സാരമായി കൊന്നുതള്ളുന്ന മക്കളുടെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ജാംനഗറിൽ ഒരാഴ്ചക്കിടെ നടന്ന 2 കൊലപാതകങ്ങളുടെ കാരണം അന്വേഷിക്കുകയാണ് ഇപ്പോൾ പോലീസ്. യുപിയിൽ ഒരു വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് 4 കുട്ടികളെയാണ്. വിശദമായി നോക്കാം. സ്വാഗതം നിഗൂഢതകളുടെ 20-ാം മണിക്കൂറിലേക്ക്. കഴിഞ്ഞ മാസം 19-നായിരുന്നു വൃദ്ധ ദമ്പതികളുടെ മൃതദേഹം വീടിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയെന്ന വാർത്ത വന്നത്. സംഭവത്തിൽ ഇപ്പോൾ പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പ്രതികൾ മറ്റാരുമല്ല, സ്വന്തം മകനും മരുമകളും തന്നെ. കഴിഞ്ഞ മാസം 19-ന് ഭാവ്നഗർ ജില്ലയിലെ തലജ പട്ടണത്തിലാണ് വൃദ്ധ ദമ്പതികളുടെ കത്തിക്കരിഞ്ഞ മൃതദേഹം കണ്ടെത്തുന്നത്. 64-കാരനായ കിഷോർ വൈദ, 60-കാരിയായ ഭാര്യ രേഖ എന്നിവരുടെ മൃതദേഹമായിരുന്നു അത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നതോടെ ഇതൊരു കൊലപാതകമാണെന്ന് പോലീസിന് വ്യക്തമായി. ഇരകളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം കത്തിക്കുകയായിരുന്നുവെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കൊലപാതകത്തിൽ ഇപ്പോൾ സ്വന്തം മകൻ വിമലും ഭാര്യ ഹേതലും അറസ്റ്റിലായിരിക്കുകയാണ്. വൃദ്ധ ദമ്പതികളെ കൊന്നതിന് പിന്നിലെ ഉദ്ദേശം സ്വത്ത് തട്ടിയെടുക്കുക എന്നതായിരുന്നു. ഇതിനായി ഇവർക്കൊപ്പം മുനീർ ബ്ലോച്ച്, അമീർ പദാൻ എന്നീ 2 കരാർ തൊഴിലാളികളും ഉണ്ടായിരുന്നു. ഇതൊരു കൊലപാതകമാണെന്ന സംശയം ആദ്യം ഉന്നയിക്കുന്നത് വൃദ്ധ ദമ്പതികളുടെ മരണമറിഞ്ഞ് സൂറത്തിൽ നിന്ന് നാട്ടിലെത്തിയ മറ്റൊരു മകനായിരുന്നു. സഹോദരന്റെ കടബാധ്യതകളും സ്വത്തുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കളുമായുള്ള തർക്കവുമൊക്കെ പോലീസിനോട് വിശദീകരിച്ചതോടെയാണ് കൊലപാതകമെന്ന സംശയം ആദ്യം ഉയർന്നു വരുന്നത്. വർഷങ്ങളായി ആഭരണ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന കുടുംബമായിരുന്നു ഇവരുടേത്. സംഭവം നടക്കുന്നത് ഇങ്ങനെയായിരുന്നു. ഏപ്രിൽ രാത്രി 18-ന് വൈകിട്ടോടെ ഹേദൽ മുനീറിനെയും പത്താനെയും വീടിനുള്ളിലേക്ക് മകനും മരുമകളും ചേർന്ന് കയറ്റിവിടുകയായിരുന്നു. വീടിനുള്ളിൽ കയറിയ അക്രമികൾ രേഖ ശുചിമുറിയിലേക്ക് പോയപ്പോഴേക്കും വാതിൽ പുറത്തുനിന്ന് പൂട്ടി. തുടർന്ന് പുറത്തുണ്ടായിരുന്ന വൈദ്യയുടെ കണ്ണിലേക്ക് ബ്ലോച്ച മുളക് പൊടി വിതറി. പിന്നീട് ഇരുവരും ചേർന്ന് വൈദ്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. പിന്നീട് ശുചിമുറിയിൽ പൂട്ടിയിട്ട രേഖയെ പുറത്തിറക്കി മരുമകളായ ഹേദൽ അവരെയും ശ്വാസം മുട്ടിച്ചു കൊന്നു. തുടർന്ന് ഇരുവരുടെയും മൃതശരീരങ്ങൾ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. ഇതൊരു സ്വാഭാവിക മരണമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചെങ്കിലും അത് നടക്കാതിരുന്നതോടെയാണ് ഇതൊരു കൊലപാതകമാണെന്ന സംശയത്തിലേക്ക് സഹോദരനെ എത്തിച്ചത്. വീട് വിൽക്കാൻ വൃദ്ധ ദമ്പതികൾ സമ്മതിക്കാത്തതാണ് ഇരുവരെയും കൊലപാതക ഗൂഢാലോചനയിലേക്ക് നയിച്ചത്. കടം വീട്ടാൻ കുടുംബ വീടും കടയും വിൽക്കാൻ പിതാവിനെ മകൻ നിരന്തരം നിർബന്ധിക്കുമായിരുന്നു. കൂടാതെ അമ്മയുടെ സ്വർണ്ണാഭരണങ്ങളും അവർ ആവശ്യപ്പെട്ടിരുന്നു. એ સોની દંપતીની હત્યા થયેલી તારીખ થોડાક દિવસ પહેલાં એમાં એમના દીકરા અને વહુ એમને મારી નાખી અને સળગાવી દીધેલું. સૌપ્રથમ તળાજા પોલીસ સ્ટેશન એડી દાખલ થઈ. જે એડીની તપાસ કરી અમે ફોરેન્સિક સાયન્સ લેબ પીએમ કરાવેલ, એફએસએલમાં મુદ્દામાં મોકલેલ. જેના તારણ રૂપે તપાસમાં એવું ફલિત થયેલ કે તેમનું ગળું દબાવી અને હત્યા કરવામાં આવેલ છે અને ત્યારબાદ સળગાવી નાખવામાં આવેલ છે. જે આધારે અમે ફરિયાદ જે ભોગ બનનાર છે એમના જે મરણ જનાર લેડીઝના ભાઈની ફરિયાદ લઈ અને આરોપી વિરુદ્ધ ગુનો દાખલ કરી અને આરોપીને અટક કરી. പോലീസ് അന്വേഷണത്തിൽ വിമൽ കടബാധ്യതയിലാണെന്നും പണത്തിനായി മാതാപിതാക്കളെ പതിവായി ഉപദ്രവിച്ചിരുന്നതായും കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ കൊലപാതക സമയത്ത് മകനായ വിമൽ സംഭവസ്ഥലത്തില്ലായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. മാതാപിതാക്കൾ കൊല്ലപ്പെടുന്നത് തനിക്ക് കാണാൻ കഴിയില്ലെന്ന് പറഞ്ഞ വിമൽ മറ്റൊരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. വൈദ്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് മെഡിക്കൽ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. അതേസമയം രേഖയുടെ ശ്വാസനാളത്തിൽ കരിയുടെ അംശം ഇല്ലാത്തത് തീപിടുത്തത്തിന് മുമ്പ് തന്നെ അവർ മരിച്ചിരുന്നു എന്നതിന്റെ സൂചനയുമാണ്. കൊലപാതകത്തിന് കൂട്ടുനിന്ന 2 പേരെ 6 മാസം മുൻപ് രാജ്കോട്ടിലെ ഒരു ബ്യൂട്ടി പാർലറിൽ വെച്ചാണ് ഹേദൽ പരിചയപ്പെടുന്നത്. അതായിരുന്നു ഈ ഗൂഢാലോചനയുടെ തുടക്കം.
മധ്യപ്രദേശിലെ പന്ന ഗ്രാമത്തിൽ നിന്നാണ് സമാനമായൊരു വാർത്ത പുറത്തുവരുന്നത്. ഒരു യുവാവ് തന്റെ ഭാര്യാമാതാവിനെ അടിച്ചു കൊന്നിരിക്കുന്നു. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് ഇയാൾ തർക്കമുണ്ടാക്കുക പതിവായിരുന്നു. ആ തർക്കമാണ് ഒടുവിൽ കൊലപാതകത്തിൽ കലാശിച്ചത്. പന്ന ജില്ലയിലെ ബ്രിഡ്ജ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള അഹിർഗവാൻ ഗ്രാമപഞ്ചായത്തിലെ ഉദ്കി ഗ്രാമത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. റീത്ത റായ് എന്ന 50-കാരിയാണ് കൊല്ലപ്പെട്ടത്. റീത്തയുടെ ഇളയ മകൾ ഖുഷി റായിയെ കഴിഞ്ഞ വർഷം മെയ് 23-നാണ് സത്ന ജില്ലയിലെ ഗൌഡ ഗ്രാമത്തിലെ താമസക്കാരനായ സന്ദീപ് വിശ്വാസ് വിവാഹം ചെയ്യുന്നത്. വിവാഹം മുതൽ സന്ദീപും കുടുംബവും ബൈക്കും സ്മാർട്ട് ഫോണും ഒക്കെ ആവശ്യപ്പെട്ട് ഖുഷിയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്നത് പതിവായിരുന്നു. കൂടാതെ നൽകിയ സ്ത്രീധനം കുറഞ്ഞുപോയെന്നാരോപിച്ചുള്ള മർദ്ദനവും പതിവായിരുന്നു. അങ്ങനെയിരിക്കെ വ്യാഴാഴ്ച രാത്രി തർക്കത്തെ തുടർന്ന് ഗർഭിണിയായ ഭാര്യ ഖുഷിയെ സന്ദീപ് അവളുടെ വീട്ടിൽ തിരികെ കൊണ്ടുചെന്നാക്കി. മെയ് 1 വെള്ളിയാഴ്ച സഹോദരനെയും കൂട്ടി അയാൾ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചെത്തി. അവിടെ വെച്ചും സ്ത്രീധനത്തിന്റെ പേരിൽ റീത്തയും മകളുമായി തർക്കമുണ്ടായി. തർക്കം രൂക്ഷമായതോടെ സന്ദീപ് റീത്തയെ കൊല്ലുമെന്ന ഭീഷണിയും ഉയർത്തി. തർക്കം വീണ്ടും കൂടുതൽ രൂക്ഷമായതോടെ സന്ദീപ് മരവടി ഉപയോഗിച്ച് റീത്തയുടെ തലയിൽ തുടർച്ചയായി അടിച്ചു. വെള്ളിയാഴ്ച രാത്രി 9:30-നും 10-നും ഇടയിലാണ് ഈ സംഭവം നടക്കുന്നത്. कल सूचना मिली है अपने को कि एक महिला है, ग्राम उड़की की रीता राय नाम है इनका, समथिंग 50 वर्ष की है. तो इनके दामाद ने कुछ घरेलू विवाद को लेकर के और अपनी पत्नी को लिवाने आया हुआ था उड़की में. तो वही उसी दौरान कहासुनी हो जाती इसकी सास से और इस दौरान वो लाठी से जो है हमला कर देता है और इलाज के दौरान ले जाते वक्त मृत्यु हो जाती है. तो इसमें प्राथमिक पंचनामा कार्रवाई वगैरह कंप्लीट हो चुकी है और आरोपी की तलाश जारी है. शीघ्र आरोपी मिल जाएगा. വെള്ളിയാഴ്ച രാത്രി 9 മണിക്ക് റീത്ത വീട്ടിൽ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കെയാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോഴാണ് പ്രതി സന്ദീപ് അവിടെ എത്തുന്നത്. സന്ദീപ് വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ കയ്യിൽ മരവടിയും കരുതിയായിരുന്നു എത്തിയിരുന്നതെന്ന് റീത്തയുടെ സഹോദരി ഭർത്താവ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ തന്നെയായിരുന്നു അയാൾ വീട്ടിലേക്ക് എത്തിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. गुरुवार को छोड़ के गया हमारे यहाँ 12 बजे दिन में. फिर रात में आए, रात में फिर लेने को लिए आ गए. फिर हमने उस दिन पानी नहीं गिरा था तो हमने भेजा नहीं. ना भेजने के कारण फिर वो धमकी दे रहा था. कैसी धमकी दे रहा था? कि हम तुम्हें मार देंगे, तुम्हारे मम्मी का मार देंगे, बिटिया से बोल रहा था. तो फिर बिटिया हमसे बोला, फिर हमने कहीं बोलने दो कि कोई दिक्कत नहीं है. फिर कल सवेरे फिर आया वो, हम काम पे निकल गए, फिर आया, फिर आके बिटिया को धमकी दे रहा था. फिर देने के बाद वो उनका जीजा था साथ, लड़के का जीजा था साथ में. ये दोनों आ रहा था. दोनों जब भी आता है दोनों साथ आता है और साथ फिर उनको लेके चला गया. हमने फ़ोन में मना ना किया, हमने कहीं लड़ो वड़ो ना, जो कुछ हो हम आते हैं शाम को, मैं मिलते हैं. फिर शाम को फ़ोन किया, फ़ोन में बच्ची से बात हुआ. बात होने के बाद शायद भाभी ने मना ना किया कि तुम मत आना यहाँ. तो फिर वो बोला कि हम आते हैं, फिर देखते हैं तुम्हारे मम्मी को. फिर वो आया. आने के बाद तुरंत लाठी लेके मारा और बच्ची को भी धक्का देके गिरा दिया. मेरी मम्मी है, वृद्धा है, 80-85 साल का है, उनको भी धक्का दिया, सो बेबी गिर गया है. पेट से भी है? हाँ, बच्ची पेट से भी है. കൂടാതെ അമ്മയെ രക്ഷിക്കാനായി എത്തിയ ഗർഭിണിയായ ഖുഷിയെയും അയാൾ തള്ളി വീഴ്ത്തുകയുണ്ടായി. ആക്രമണത്തിൽ റീത്ത റായ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയായിരുന്നു. റീത്ത മരിച്ചെന്ന് മനസ്സിലാക്കിയ പ്രതി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. ഒപ്പം പ്രതിയെ പിടികൂടാൻ പ്രത്യേക സംഘങ്ങൾ രൂപീകരിച്ച് ഇയാൾക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. ജാംനഗറിൽ ഒരാഴ്ചക്കിടെ നടന്നത് 2 കൊലപാതകങ്ങളാണ്. രണ്ടാമത്തെ ക്രൂര കൊലപാതകം നടന്നിരിക്കുന്നത് ജാംനഗറിലെ സുഭാഷ് പാലത്തിനടുത്താണ്. ആരാണ് കൊലപാതകി, എന്താണ് കാരണമെന്നതൊന്നും പോലീസിന് വ്യക്തമല്ല. ഇനി നടന്ന 2 കൊലപാതകങ്ങൾക്ക് പിന്നിലും ഒരാൾ തന്നെയാകുമോ എന്ന അന്വേഷണത്തിലാണ് പോലീസ് ഇപ്പോൾ.
ജാംനഗർ നഗരത്തിലെ സുഭാഷ് പാലത്തിന് സമീപമുള്ള സെമിത്തേരിക്കടുത്ത് വെച്ചാണ് പോലീസ് രണ്ടാമതൊരു മൃതദേഹം കൂടി കണ്ടെത്തിയിരിക്കുന്നുവെന്ന വാർത്ത പുറത്തുവരുന്നത്. ഒരാഴ്ചക്കിടെ ജാംനഗർ നഗരത്തിൽ നിന്ന് കണ്ടെത്തുന്ന രണ്ടാമത്തെ മൃതശരീരമാണിത്. ജാംനഗറിലെ ബേഡിയിൽ ജാദിയ പിർ ദർഗയ്ക്ക് സമീപം താമസിക്കുന്ന ഇസ്മായിൽ ഭായ് എന്ന 59 വയസ്സുകാരനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. മൃതദേഹം കണ്ടെത്തിയത് മുഖത്ത് വലിയൊരു കല്ലെടുത്ത് വെച്ച് സമീപത്തെ ചതുപ്പിൽ താഴ്ത്തിയ നിലയിലാണ്. ഇതിനു മുൻപ് തന്നെ കൊല്ലപ്പെട്ട വ്യക്തി ക്രൂരമായ മർദ്ദനത്തിന് ഇരയായിട്ടുണ്ട്. തിങ്കളാഴ്ച പുലർച്ചെ 5:30 തന്റെ റിക്ഷയിൽ സമീപത്തെ മൂൺ മാർക്കറ്റിലേക്ക് മീൻ വാങ്ങാനായി പോയതായിരുന്നു ഇസ്മയിൽ. ഏറെ നേരമായിട്ടും തിരിച്ചെത്താതെ വന്നതോടെയാണ് വീട്ടുകാർ തെരച്ചിൽ ആരംഭിച്ചത്. സുഭാഷ് പാലത്തിന് സമീപം മൃതദേഹം കണ്ടെത്തിയെന്ന വാർത്തയറിഞ്ഞ് വീട്ടുകാർ അവിടെ എത്തിയപ്പോഴാണ് കണ്ടെത്തിയ മൃതദേഹം ഇസ്മയിലിന്റേതാണെന്ന് പോലീസും സ്ഥിരീകരിക്കുന്നത്. ഇസ്മയിലിന്റെ മകൻ അസ്ഗർ നൽകിയ മൊഴി അനുസരിച്ച് മാർക്കറ്റിൽ നിന്ന് മീൻ വാങ്ങി പുറത്തു വിൽക്കുന്നതിനായി ഇസ്മയിൽ എപ്പോഴും 5000 മുതൽ 7000 രൂപ വരെ കയ്യിൽ കരുതുമായിരുന്നു. മൃതദേഹത്തിലോ അല്പം അകലെയായി കണ്ടെത്തിയ റിക്ഷയിലോ ഈ പണം കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് മോഷണത്തിന് പിന്നാലെ നടന്ന ഒരു കൊലപാതകമാണോ എന്ന സംശയവും നിലനിൽക്കുകയാണ്. જામનગરમાં રંગમતી નદીના કિનારે ગઈકાલે વિક્ટોરિયા બ્રિજની નીચેના ભાગે એક ડેડ બોડી મળેલી હતી, જેનું નામ હતું ઇસ્માઇલ હારૂનભાઈ કેર. આ બનાવ મર્ડરનો હોવાનું પ્રાથમિક દ્રષ્ટિએ જણાવતા ત્યારબાદ સિટી એ ડિવિઝન પોલીસ સ્ટેશનમાં આ બાબતની એફઆઈઆર દાખલ કરવામાં આવેલી હતી. જેને અનુસંધાને જિલ્લા એલસીબી અને જિલ્લાના જે સિટી એ ડિવિઝન પોલીસ સ્ટેશન છે એ બંનેની ટીમો દ્વારા આ આરોપીને ડિટેક્શન કરવા માટે અલગ અલગ ટીમો બનાવી અને હ્યુમન ઇન્ટેલિજન્સ અને ટેકનિકલ સર્વેલન્સની મદદથી શોધખોળ ચાલુ કરવામાં આવેલી હતી. જેમાં આ કામના આરોપી જેનું નામ છે મહેબૂબ મોહમ્મદ હુસેન સચડા, જે વાઘેરવાડામાં રહે છે જામનગર ખાતે, આનો ડિટેક્શન કરવામાં આવેલું હતું અને આ આરોપીને પકડી પાડી જિલ્લા એલસીબી દ્વારા આ ગુનો ડિટેક્ટ કરવામાં આવેલો છે. આ બનાવનું પ્રાથમિક વિગતે કારણ એવું જણાવેલું છે કે જે મરણ જનાર છે એ મચ્છીનો ધંધો કરતા હોય અને એની પાસે ઘણીવાર રોકડ રૂપિયા હોવાની માહિતી હોય અને આ જે આરોપી છે એ મરણ જનારને આશરે છેલ્લા 6-7 મહિનાથી એના સંપર્કમાં હોય તો તેની પૈસાની લાલચ છે અને સવારે તેને વિક્ટોરિયા બ્રિજ નીચે બોલાવી અને ત્યાં સૌપ્રથમ તેને દોરી વડે ગળા ટૂંકું આપી અને ત્યારબાદ બાજુમાં રહેલા પથ્થર વડે એના માથાના ભાગે ઈજા પહોંચાડી અને આ કૃત્ય મર્ડરનું કૃત્ય કરવામાં આવેલું હતું. જેને અનુસંધાને તેના વિરુદ્ધ સિટી એ ડિવિઝન પોલીસ સ્ટેશનમાં મર્ડર વિથ લૂંટનો ગુનો દાખલ કરી અને આગળની કાર્યવાહી હાથ ધરવામાં આવેલ છે. ഇസ്മയിലിനെ കല്ലുകൊണ്ടടിച്ചും കഴുത്ത് ഞെരിച്ചും കൊലപ്പെടുത്തിയതാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഒന്നിലേറെ പേർ കൊലപാതകത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. കൊലപാതകികൾ നദീതീരത്തേക്ക് ഇസ്മയിലിനെ കൊണ്ടുപോയി അവിടെ വെച്ച് കയറോ തുണിയോ ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം കല്ലുകൊണ്ട് തലയിൽ അടിക്കുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ശേഷം സംഘം ഇയാളുടെ കയ്യിലെ പണവും പേഴ്സും മൊബൈലും അടക്കം കവരുകയായിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ച പോലീസ് ഇപ്പോൾ റിപ്പോർട്ടിനായുള്ള കാത്തിരിപ്പിലാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ യഥാർത്ഥ മരണകാരണം വ്യക്തമാകൂ. പ്രണയത്തെ ചൊല്ലി 1-2 ആളുകൾ തമ്മിൽ തർക്കമുണ്ടാകുന്നതൊക്കെ പൊതുവെ കാണാറുള്ളതാണ്. എന്നാൽ വടക്കൻ ഡൽഹിയിൽ സംഘർഷം നടന്നിരിക്കുന്നത് ഒരു കൂട്ടം ആളുകൾ തമ്മിലാണ്. ആ സംഘർഷത്തിൽ 2 പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വടക്കൻ ഡൽഹിയിലെ സഖിറയിലാണ് സംഭവം നടക്കുന്നത്. 2 പേരാണ് ആക്രമണത്തിൽ മരിച്ചത്. സഖിറ നിവാസികളായ 2 ഗ്രൂപ്പുകൾ തമ്മിലായിരുന്നു സംഘർഷം. മൻസൂർ, സമീർ, ഇംതിയാസ് എന്നിവരായിരുന്നു ഒരു ഗ്രൂപ്പിന് നേതൃത്വം നൽകിയത്. മറുവിഭാഗത്തിൽ നിന്നുള്ള ഗ്രൂപ്പിലുണ്ടായിരുന്നത് സബീന, അർമാൻ എന്നിവരായിരുന്നു. ആക്രമണ വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തിയപ്പോഴേക്കും പരിക്കേറ്റവരെ ദീപ്ചന്ദ് ബന്ധു ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. പരിക്കുകളുടെ തീവ്രത കാരണം നിരവധി പേരെ വിദഗ്ധ ചികിത്സയ്ക്കായി ലോക്നായക് ജയപ്രകാശ് ആശുപത്രിയിലേക്കും പിന്നീട് മാറ്റി.
LNJP ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മൻസൂറും ഇംതിയാസും മരിക്കുകയായിരുന്നു. ആക്രമണത്തെപ്പറ്റി പ്രദേശവാസികൾ പറയുന്നത് ഇങ്ങനെയാണ്. हम यही चाहते हैं कि हमको इंसाफ, मेरा हक मिलना चाहिए सर. ऐसा न्याय नहीं होना चाहिए. मारने वाले को फांसी की सजा, उम्र कैद होनी चाहिए. क्या इनसे दोबारा कोई आदमी ऐसा ना करे. ഇതാണ് അവർ മാധ്യമങ്ങൾക്ക് നൽകിയ വിശദീകരണം. രണ്ടുപേരുടെ ജീവനെടുത്ത് ഈ സംഘർഷമുണ്ടായതിനുള്ള പ്രധാന കാരണമാണ് എല്ലാവരെയും പിന്നീട് ഞെട്ടിച്ചത്. അക്രമി സംഘത്തിലുണ്ടായിരുന്ന മൻസൂറിന് സബീനയോട് അതിരുകടന്ന പ്രണയമുണ്ടായിരുന്നു. ഈ പ്രണയം അറിഞ്ഞതിനു ശേഷം ഇരു കുടുംബങ്ങളും തമ്മിൽ വളരെ കാലമായി സംഘർഷമുണ്ടാകുന്നതും പതിവായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇരു കുടുംബങ്ങൾക്കുമെതിരെ പോലീസ് കേസുകളും നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ പതിവ് പോലെ തന്നെ തുടങ്ങിയ ഒരു വാക്ക് തർക്കത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തിയതോടെയാണ് തർക്കം കൂടുതൽ രൂക്ഷമാകുന്നത്. രണ്ടുപേരുടെ മരണത്തിലേക്ക് വരെ വഴിവെക്കുന്നതും ഈ തർക്കമാണ്. സംഭവത്തിൽ ആശുപത്രിയിൽ തുടരുന്ന ചിലരുടെ നില ഇപ്പോഴും ഗുരുതരമാണ്. യുപിയിലെ വീടിനുള്ളിൽ 4 കുട്ടികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. കുട്ടികളുടെ അമ്മയാകട്ടെ കാണാനുമില്ല. എന്തായിരിക്കും ആ അമ്മയ്ക്ക് സംഭവിച്ചിട്ടുണ്ടാവുക? ആ 4 കുട്ടികൾ കൊല്ലപ്പെട്ടത് എങ്ങനെയാകും? എന്താണ് സംഭവിച്ചതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അക്ബർപൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മിരാൻപൂർ പ്രദേശത്ത് ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണിയോടെയാണ് ഈ സംഭവം പുറത്തറിയുന്നത്. രാവിലെ മുതൽ വീട് പൂട്ടിയിട്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ പോലീസിൽ വിവരമറിയിച്ചപ്പോഴാണ് സംഭവം എല്ലാവരും അറിഞ്ഞത്. പോലീസ് സംഘം സ്ഥലത്തെത്തിയപ്പോൾ വീട്ടിലെ കട്ടിലിൽ രക്തത്തിൽ കുളിച്ച നിലയിൽ കിടക്കുന്ന 4 കുട്ടികളുടെ മൃതദേഹങ്ങളാണ് കാണാനായത്. കൂടാതെ കുട്ടികൾക്കൊപ്പമുണ്ടായിരുന്ന അമ്മയെ വീട്ടിൽ കണ്ടെത്താനും പോലീസിന് സാധിച്ചില്ല. വർഷങ്ങളായി സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന നിയാസിന്റെ മക്കളായ ഷഫീഖ്, സൗദ്, ഉമർ, സാദിയ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. കാണാതായ അമ്മ നസിയ ഖാത്തൂണിനൊപ്പമാണ് കുട്ടികൾ വീട്ടിൽ താമസിച്ചിരുന്നതെന്നാണ് പോലീസ് പറയുന്നത്. ഉച്ചകഴിഞ്ഞ് ഏകദേശം 3 മണിയോടെയാണ് വീട്ടിൽ 4 കുട്ടികളുടെ മൃതദേഹങ്ങൾ കിടക്കുന്നതായി പോലീസിന് വിവരം ലഭിക്കുന്നത്. പോലീസ് എത്തുമ്പോൾ വീടിന്റെ പ്രധാന വാതിൽ അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു. കുട്ടികൾ കൊല്ലപ്പെട്ടതാകട്ടെ മൂർച്ചയുള്ള ആയുധം കൊണ്ടോ അല്ലെങ്കിൽ കല്ലുകൊണ്ടോ ഉള്ള ആക്രമണത്തിലാണെന്നും പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കൊലപാതകികൾ കുട്ടിയുടെ അമ്മയെ തട്ടിക്കൊണ്ടുപോയതാണോ എന്നൊരു സംശയവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. കൂടാതെ തിരോധാനത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ള അന്വേഷണത്തിലും ഇപ്പോൾ പോലീസ് ഏർപ്പെട്ടിരിക്കുകയാണ്. പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ചേട്ടാ തിളങ്ങി ഇന്നിരുന്ന വീടാ ഇപ്പൊ ഇവരുടെ കയ്യിലാ. വീശേണ്ട നേരെ നോക്കടാ.
ബെർജർ വെതർ കോട്ട് ലോങ് ലൈഫ് കാലങ്ങളോളം നിൽക്കും. ചേട്ടാ തിളങ്ങി നിന്നിരുന്ന വീടാ ഇപ്പൊ ഇവരുടെ കയ്യിലാ. ബെർജർ വെതർ കോട്ട് ലോങ് ലൈഫ് കാലങ്ങളോളം നിൽക്കും. Roof and